നമസ്കാരം. പത്തനംതിട്ട കലഞ്ഞൂരിൽ യുവാവ് ഭാര്യയെയും ഭാര്യയുടെ സുഹൃത്ത് മാത്രമല്ല, ഈ വെട്ടിക്കൊലപ്പെടുത്തിയ ആൾ ഈ യുവാവിന്റെ കൂടി സുഹൃത്തായിരുന്നു. അവരെ രണ്ടുപേരെയും വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുകയാണ്. സംശയം തന്നെയാണ് ഇവിടെയും വില്ലനായിട്ടുള്ളത്. ഇനി സംശയമില്ലാത്ത കാര്യങ്ങൾ എടുത്തു നോക്കുക. നമ്മുടെ തലമുറയ്ക്ക്, നമ്മുടെ ആളുകൾക്കൊക്കെ എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാകാത്ത ഒരു അവസ്ഥയുണ്ട്. കാരണം കഴിഞ്ഞ 2 മാസമായിട്ട് നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കൊലപാതക പരമ്പര തന്നെയാണ് നടക്കുന്നത്. മുതിർന്നവർ കൊലപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ കഴിയാത്ത അവസ്ഥയിൽ കുറ്റവാളികൾ കൂടി വരുന്നു, വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം നമ്മുടെ സമൂഹത്തിലുണ്ട്. പലതിനും പിന്നാലെ പോകുമ്പോൾ, സംശയം ഇവിടെ ഒരു വില്ലനാണെങ്കിൽ പോലും പലതിനും പിന്നാലെ പോകുമ്പോൾ രാസലഹരിയും തമ്മിലുള്ള ചെറിയ ചെറിയ വഴക്കുകൾ പോലും കൊലപാതകത്തിലേക്ക് കടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്തായാലും കലഞ്ഞൂരിൽ പാടത്ത് യുവാവ് ഭാര്യയെയും സുഹൃത്തിനെയും വെട്ടിക്കൊലപ്പെടുത്തിയത് ഫോണിൽ കണ്ടിട്ടുള്ള വാട്സപ്പ് മെസ്സേജിനെ ചൊല്ലിയുള്ള സംശയമാണ് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. കോന്നി കലഞ്ഞൂർ പാടം പടയണിപ്പറ എരുത്വാപ്പുഴ ബൈജു വിലാസത്തിൽ വൈഷ്ണവിയെയും, ആ വൈഷ്ണവിക്ക് 28 വയസ്സാണ് എന്നോർക്കണം, സുഹൃത്ത് പാടം വിഷ്ണു ഭവനിൽ വിഷ്ണുവിനെയുമാണ്, അതായത് വിഷ്ണുവിന് 30 വയസ്സ്, വിഷ്ണുവിനെയുമാണ് വൈഷ്ണവിയുടെ ഭർത്താവായിട്ടുള്ള ബൈജു വെട്ടിക്കൊലപ്പെടുത്തിയത്. ഈ പറയുന്ന വിഷ്ണു ബൈജുവിന്റെ സുഹൃത്തു കൂടിയാണ് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. ഇരുവരും കൂടി ജോലിക്ക് പോവുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. അവിടെയാണ് ഈ സംശയം വില്ലനായി മാറുന്നത്. ഭാര്യ മാറിക്കിടക്കുന്നത് കണ്ട് അന്വേഷിച്ചെത്തിയ ബൈജു കാണുന്നത് വൈഷ്ണവിയുടെ കൈവശം മറ്റൊരു മൊബൈൽ ഫോണാണ്. ഇത് ആരുടെ മൊബൈൽ ഫോൺ, എവിടെ നിന്ന് കിട്ടി എന്നൊക്കെ പരിശോധിക്കുകയാണ്. ഈ പരിശോധിച്ചപ്പോഴാണ് അതിലെ വാട്സപ്പിൽ നിന്ന് അയൽക്കാരനായിട്ടുള്ള തൻ്റെ കൂടി സുഹൃത്തായിട്ടുള്ള വിഷ്ണുവുമായിട്ട് ചാറ്റ് ചെയ്യുകയാണ് വൈഷ്ണവി എന്ന് മനസ്സിലാക്കിയത്. പൊടുന്നനെ ചോദ്യം ഉയരുന്നുണ്ട്, നിനക്ക് അവനുമായിട്ട് എന്താണ് ബന്ധമെന്ന്. അത് ചോദിച്ചതോടെ വൈഷ്ണവി ഇറങ്ങി ഓടി വിഷ്ണുവിന്റെ വീട്ടിൽ അഭയം തേടി. അതായത് സ്വന്തം ഭർത്താവിന്റെ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായിട്ട് ഇറങ്ങി ഓടി കയറിയത് അപ്പുറത്തുള്ള ഭർത്താവിന്റെ കൂടി സുഹൃത്തായിട്ടുള്ള വിഷ്ണുവിന്റെ വീട്ടിലേക്കാണ്. ഇതോടുകൂടി അരിശം മൂത്ത ഭർത്താവ്, അതായത് ബൈജു, വാക്കത്തിയുമായി എത്തി വൈഷ്ണവിയെ പുറത്തേക്ക് വിളിച്ചു, ഇറങ്ങി ചെല്ലാൻ പറഞ്ഞു. ചെന്നില്ല. തുടർന്ന് വീട്ടിൽ കയറി വലിച്ചിറക്കി മുറ്റത്തിട്ടാണ് വെട്ടിയത്. നിഷ്ഠൂരം വെട്ടിക്കൊലപ്പെടുത്തി. തടയാൻ ശ്രമിച്ച വിഷ്ണുവിനെയും വെട്ടി. ഗുരുതരമായി പരിക്കേറ്റ ഇരുവരെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് മരിച്ചത്. തുടർന്ന് കുളിച്ച് വസ്ത്രം മാറിയ ബൈജു സുഹൃത്തിനെ വിളിച്ച് താൻ ഭാര്യയെയും സുഹൃത്തിനെയും വെട്ടിയെന്ന വിവരം അറിയിച്ചിട്ടുണ്ട്. കൂടൽ പോലീസ് എത്തിയപ്പോൾ ബൈജു അനുസരണയോടെ പോലീസിനൊപ്പം പോയി. നായർ സമുദായത്തിൽപ്പെട്ട വൈഷ്ണവിയെ ഈഴവ സമുദായക്കാരനായ ബൈജു പ്രണയിച്ച് വിവാഹം കഴിക്കുകയായിരുന്നു. ഇവർക്ക് 10ഉം 5ഉം വയസ്സുള്ള 2 കുട്ടികളുണ്ട്. വിഷ്ണു കുറിഞ്ഞി സ്വദേശിയാണ്. അവിവാഹിതനായിട്ടുള്ള ഇയാൾ മാതാവിനൊപ്പമാണ് കഴിഞ്ഞിരുന്നത്. വിഷ്ണുവും ബൈജുവും ആശാരി പണിക്കാരുമാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇരുവരും ഒരുമിച്ച് പണിക്ക് പോകുന്നവർ കൂടിയായിരുന്നു. നിലവിലിപ്പോൾ ബൈജു സ്റ്റേഷനിലുണ്ട്. ഭാര്യയ്ക്ക് വിഷ്ണുവുമായിട്ട് അവിഹിത ബന്ധമുണ്ടെന്ന് സംശയിച്ചാണ് ബൈജു കൊലപാതകം നടത്തിയതെന്നാണ് പോലീസ് FIR-ൽ പറയുന്നത്. ഈ വൈഷ്ണവിയുടെ സുഹൃത്തായ അയൽവാസിയായ വിഷ്ണുവിന്റെ വീട്ടിൽ വെച്ചാണ് ഈ ആക്രമണം മുഴുവൻ നടത്തിയത്. ഇന്നലെ രാത്രി ഏറെ വൈകിയാണ് പത്തനംതിട്ട കലഞ്ഞൂരിൽ ഈ ഇരട്ട കൊലപാതകം നടന്നത്. കൊലപാതകത്തിന് ഉപയോഗിച്ചത് കൊടുവാളാണെന്നും പോലീസ് പറയുന്നുണ്ട്. ഇരുവരുടെയും മൃതദേഹം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ബൈജുവിനെ വിശദമായി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് പോലീസ്. ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും തെളിവ് ശേഖരിക്കലുമൊക്കെ ഇന്ന് നടക്കുകയാണ്. സുഹൃത്തുക്കളായവർ തമ്മിലുണ്ടായ തർക്കവും കൊലപാതകവും കണ്ട ഞെട്ടലിലാണ് കലഞ്ഞൂർ വാസികൾ. പക്ഷേ വഴിമാറിപ്പോകുന്ന നമ്മുടെ
ദാമ്പത്യ ബന്ധങ്ങളെ കുറിച്ച് കൂടി നമുക്കിവിടെ പറയേണ്ടി വരും. നമ്മുടെ ദാമ്പത്യ ബന്ധത്തിൽ എന്താണ് കുറവ്, ആ കുറവ് തേടി അപ്പുറത്തേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ പോയിട്ടുള്ള സകല ബന്ധങ്ങളുടെയും പര്യവസാനം എന്ന് പറയുന്നത് ദുരന്തപൂർണമാണ് എന്നുള്ളത് നമ്മൾ ഇക്കണ്ട കാലങ്ങളിലൂടെ മുഴുവൻ മനസ്സിലാക്കിയിരുന്നതാണ്. നമുക്കറിയാം, ഇതിനു മുമ്പ് വാട്സപ്പിലൂടെ പരിചയപ്പെട്ട ഒരു യുവാവ് യുവതിയെ വീട്ടിൽ കയറി അവനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുത്തുന്നതിനിടയിൽ തന്നെ കത്തിയെടുത്ത് കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത്. ഇതെല്ലാം തന്നെ ഇല്ലീഗൽ ആയിട്ടുള്ള എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സിലേക്ക് പോകുന്നതിലൂടെ ഉണ്ടായിട്ടുള്ള കൊലപാതകങ്ങളാണ്. അങ്ങനെ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത്തരം കൊലപാതക പരമ്പരകളിൽ ഒരുപാട് എണ്ണം പറയേണ്ടി വരും. എന്തിനാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത്? എന്തായിരുന്നു വിഷ്ണുവുമായിട്ട് വൈഷ്ണവിക്കുണ്ടായിരുന്ന ബന്ധം? ആ ബന്ധത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ എന്തിനാണ് വൈഷ്ണവി ഇറങ്ങി ഓടിയത്? വൈഷ്ണവി പലതും മറച്ചു വെച്ചിരുന്നു എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇല്ലെങ്കിൽ ഈ വാട്സപ്പ് സന്ദേശത്തിൽ മറ്റൊന്നുമില്ല, ഇതാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞ് ബൈജുവിനോട് കാണിച്ചു കൊടുക്കാമായിരുന്നു. അതും ചെയ്തിട്ടില്ല. എന്തിന് വിഷ്ണുവിന്റെ വീട്ടിലേക്ക് ഇറങ്ങി ഓടി എന്നുള്ള സംശയം കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകാതിരുന്നത്? വിഷ്ണുവുമായിട്ട് വൈഷ്ണവിക്ക് എന്തായിരുന്നു ബന്ധം? അവിഹിതമായിട്ടുള്ള ബന്ധം ബൈജു സംശയിച്ചതുപോലെ ഉണ്ടായിരുന്നുവോ എന്നുള്ള ചോദ്യം കൂടി അവിടെ അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നുണ്ട്. എത്രയൊക്കെ പുകഴ്ത്തി പാടിയാലും കുടുംബ ഭദ്രത എന്നുള്ളത് അത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്ന് തന്നെയാണ്. ഒന്നിൽ നിന്ന് കൂടുമാറി പോകുമ്പോൾ എവിടെയെങ്കിലും വെച്ച് ഈ കൂടുകൾ ഉടഞ്ഞു വീഴുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ ഉണ്ടാകുന്നത്. നോക്കുക, ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്തത് വഴി 5ഉം 10ഉം വയസ്സുള്ള 2 കുഞ്ഞുങ്ങളാണ് അനാഥരായത്. ബൈജു കേസും കൂട്ടവുമായി പോകുന്നു. അമ്മ നഷ്ടപ്പെട്ടു. ആ കുഞ്ഞുങ്ങളെ ഇനി ആരാണ് സംരക്ഷിക്കുക? അച്ഛനും അമ്മയുടെയും കരുതലിനോടും ആരുടെ കരുതലാണ് അവിടെ വരിക? ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരികയാണ്. അതിന് ഫോണും സോഷ്യൽ മീഡിയയും ഒക്കെ ഒരു കാരണം തന്നെയാണ്, ഇല്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. നമുക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു കാര്യം, എന്തിനാണ് ഇത്തരത്തിൽ മറ്റൊരു ബന്ധത്തിലേക്ക് പോകുന്നത്? ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ നമ്മുടെ കൺമുൻപിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് മറ്റൊരു ബന്ധത്തിലേക്ക് പോകുന്നത് എങ്ങനെയാണ്? മനസ്സിലാകുന്നില്ല ഒന്നും. നന്ദി.